സ്റ്റേജിൽ പാടുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓഡിയൻസിന്റെ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു ആവേശം നമ്മൾ കണ്ടുകൊണ്ടാണ് പാടുന്നത്. അപ്പൊ അതിനൊരു തെറ്റി വന്നാൽ തെറ്റിപ്പോയി, അതൊന്നും കറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്താ പറയണ്ട, ഒരു നോട്ട് തെറ്റിയാലും ശ്രുതി ചേർന്നില്ലെങ്കിലും ഒക്കെ അത് അങ്ങനെ തന്നെ കിടക്കും. പക്ഷെ അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു റെസ്പോൺസ് അത് നമുക്ക് ഭയങ്കര ഒരു എനർജി തന്നെയാണ്. നമുക്ക് ഒരു എനർജി ബൂസ്റ്റ് എന്ന് ഡെഫിനറ്റ് ആയിട്ടും പറഞ്ഞു. പക്ഷെ ഇങ്ങനെ കൈയടിക്കുന്ന ഓഡിയൻസിന് പോയി പാടാൻ ഇഷ്ടം, ഇങ്ങനെ കൈയടിക്കണം. ഇത് പറയുമ്പോൾ ഇതുപോലെ കോട്ടയത്ത് ഒരു പ്രോഗ്രാമിന് പോയി. അത് സ്റ്റേജിന്റെ തൊട്ട് താഴെ മുമ്പിൽ ഒരാളിരിക്കുക, അത്ര ചെറിയൊരു സ്റ്റേജാണ്, മുമ്പിൽ തൊട്ട് താഴെ വരെ ആളുകൾ ഇരിക്കുകയായിരുന്നെ. അന്ന് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. ആ അമ്പലത്തിന്റെ പ്രോഗ്രാമാണ്. അപ്പൊ അതിന് കോടമഞ്ഞ് എന്നൊരു പാട്ടുണ്ട്, രാക്കടമ്പ് പൂക്കുമ്പോൾ ആ പാടുവാൻ കോടമഞ്ഞ് ഓഹോഹോ ഒരു കോറസിന്റെ ഹമ്മിങ്, അത് ഫുൾ ഓഡിയൻസ് പാടിത്തന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾ പാടുമെന്ന് ചോദിച്ച് മൈക്ക് ഇങ്ങനെ കാണിക്കുന്ന ശീലമൊന്നും എനിക്ക് അന്നില്ല, അന്നുമില്ല ഇപ്പോഴും ഇല്ല, ഞാൻ ഇങ്ങനെ കാണിക്കാറില്ല. പാടുമെന്ന് ചോദിക്കുക, അവര് പാടുവാണെങ്കിൽ പാടും, അത്രേ ഉള്ളൂ. പക്ഷെ അന്നൊന്നും ഞാൻ അങ്ങനെയൊന്നും അധികം ഇന്ററാക്ട് ചെയ്യാത്തൊരു സമയമായിരുന്നു. പേടിച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യേണ്ടെന്ന് അറിയാത്തൊരു സമയമായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ കൂടമഞ്ഞ് ഓഹോഹോ എന്ന് ഓഡിയൻസ് ഇങ്ങോട്ട് പാടുന്നത് എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അവർ ഇത്രയും നന്നായിട്ട് പാടി തന്നല്ലോ എന്ന്. പക്ഷെ ഇപ്പൊ പിന്നെ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കർണാട്ടിക് മ്യൂസിക് ഞാൻ കുറച്ചും കൂടെ പഠിക്കേണ്ടതായിരുന്നു. എനിക്ക് ഒരു കച്ചേരി, സ്വന്തമായിട്ടൊരു കർണാട്ടിക് കച്ചേരി ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴും ഇല്ല. അപ്പം അത് ഞാൻ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ എനിക്കത് പറ്റുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും സിനിമ ഇൻഡസ്ട്രിയിൽ കുറച്ച് ബിസിയായി. പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, എസ്പെഷ്യലി ഫീമെയിൽ സിംഗേഴ്സ് ഒക്കെ അത് ഫേസ് ചെയ്യുന്നുണ്ടാവും. കർണാട്ടിക് മ്യൂസിക് നമ്മൾ ലൈറ്റ് മ്യൂസിക് പാടുന്ന ടോണിൽ പാടാൻ പറ്റില്ല. അതിന് ആ ഒരു എന്താ പറയണ്ട, നാഭിന്ന് പാടണം എന്ന് പറഞ്ഞ പോലെ ആ ഒരു കുറച്ചുകൂടെ ഒരു ശ്രുതി ഇറക്കി, അപ്പൊ ആ ഒരു ടോൺ വരുമ്പോൾ നമുക്ക് ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കുറച്ച് കർണാട്ടിക് മ്യൂസിക് ഒരു സൈഡിലേക്ക് ലേശം ഒന്ന് മാറ്റി വെച്ചത്. പഠിച്ചത് പോരാ, ഞാൻ ഇനിയും പഠിക്കാനുണ്ട്. ഈ അവാർഡ്സ് എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്തെങ്കിലും ആയിട്ടാണ് കിട്ടിയതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു ഓരോരുത്തർക്കുള്ള യോഗമാണെന്ന് ഞാൻ എൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾക്കായിരിക്കില്ല എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. കിട്ടിയ ഓരോ അംഗീകാരവും ഞാനത് അത്രയും റെസ്പെക്റ്റോട് കൂടി തന്നെ സ്വീകരിച്ച് ഞാനത് എൻ്റെ വീട്ടിൽ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ ജീവിതത്തിലെല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്ന പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി എല്ലാരും എപ്പോഴും പടുകുഴിയിലാവണമെന്നില്ല. നമുക്കൊരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റവും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ പറഞ്ഞ മാതിരി ഞാൻ ഏറ്റവും ആശിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച് ഒക്കെ കിട്ടിയ എൻ്റെ മോളെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് പകരം പ്രൊഫഷണലി ഞാൻ അത് അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ ഒരു അതായിരിക്കാം. എനിക്ക് എന്തൊക്കെയോ അവാർഡുകളും റെക്കഗ്നീഷൻസും അതെല്ലാം കൊണ്ടു തന്നത് ലൈഫ് ബാലൻസ് ചെയ്യാനായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അൾട്ടിമേറ്റ് ആണെന്നുള്ളൊരു ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുറവുകൾ എനിക്കറിയാം.